ഹലോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. എ ഡേ ഇൻ മൈ കോളേജ് ലൈഫാണ് ഇന്നത്തെ വ്ളോഗ്. 5:30 മണിയേ ആയിട്ടുള്ളൂ. ഞാൻ എഴുന്നേറ്റു. ബാക്കി വഴിയെ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. യെസ്, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇന്ന് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ കോളേജ് വരെ, കോളേജ് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെയാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ രാത്രി ഒരു പോളെ കണ്ണടച്ചില്ല. എന്ത് പറ്റിയെന്നറിയില്ല. ഈ രാവിലെ ഈ വീഡിയോ എടുക്കണമെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തലേദിവസം ഉറക്കം വരില്ലല്ലോ. അതാണ് പ്രശ്നം തോന്നുന്നു. അപ്പോൾ എഴുന്നേറ്റുടൻ ആദ്യം ചെയ്യുന്നത്, ഇതൊന്നും പണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് വൃത്തിയായിട്ട് തിരിച്ച് സെറ്റാക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ പണ്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. നാട്ടിൽ ഞാനിങ്ങനെ ബെഡോ എന്ന് പറയുന്നത് നടന്ന മനുഷ്യനാണ്. ഞാൻ ആദ്യം അടുക്കി പറക്കി വെച്ചോട്ടെ. പണ്ടാരോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മുടെ ബെഡ് നമ്മൾ തിരിച്ച് ഇതാക്കി വെച്ചിട്ട് പോയാൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒന്നും വലിയ സന്തോഷമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങി മനസ്സിലായി, ബെഡൊക്കെ ഇതുപോലെ നീറ്റാക്കി വെച്ചിട്ട് പോയാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി ഫീലാണ്. നമ്മുടെ അന്നത്തെ ദിവസം എത്ര മോശമാണെങ്കിലും തിരിച്ചു വന്ന് നമുക്ക് ബെഡ് കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത സന്തോഷം കിട്ടും. ഓക്കെ, ബെഡ് റെഡി. ഓക്കെ, ബെഡ് റെഡി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന് ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പഠിക്കണം. അതുകൊണ്ടാണ് ഇന്ന് 8:30 എനിക്ക് ക്ലാസ് തുടങ്ങുന്നത്. പക്ഷേ ഇന്നൊരു 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ച് നേരം പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 5:30 ഒട്ടും നമുക്ക് സമയം കളയാനില്ല. നമുക്ക് വീട്ടിലോട്ട് ഫോൺ വിളിക്കണം, അതിനോട്ട് പോയി ചായ ഇടണം. ചായ ഇട്ടിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഉറക്കമായിരിക്കും. അവർ ഉറക്കണ്ട ഇറക്കട്ടെ. ഇങ്ങനെ എടുക്കണം. എവിടെയാണ് ലൈറ്റ്? യെസ്, ഓക്കെ. അപ്പോൾ അടുക്കള എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി, ആദ്യം നമുക്ക് ചായ ഇടാം. ചായ ഇട്ടാൽ മാത്രം പോരാ, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം, ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാം കോളേജിൽ കൊണ്ടുപോകണമല്ലോ. അപ്പം നമുക്ക് ഓരോന്നിലായിട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചായ ഇടട്ടെ. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇന്ന് രാവിലെ എന്ത് കഴിക്കാം എന്നുള്ളതാണ് അടുത്ത് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ടത്. അതൊരു വലിയ തീരുമാനമാണ്. ഇന്ന് എന്ത് കഴിക്കാമെന്നുള്ളതും എന്ത് കൊണ്ടുപോകാമെന്നുള്ളതും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ചിപ്പുണ്ട്, ഇത് ഒരു റൊട്ടിയാണ്, ഇത് 2 ഉണ്ട്. വേണമെങ്കിൽ ഇത് കഴിക്കാം. അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലാത്ത ഓപ്ഷൻ ആക്ച്വലി ഒന്നുമില്ല. അപ്പോൾ റൊട്ടി കഴിക്കേണ്ടി വരും. ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. ചപ്പാത്തിയുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു പൊറോട്ടയാണ്. ഇത് ചപ്പാത്തിയാണ്. ചപ്പാത്തി വേണോ റൊട്ടി വേണോ എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. കറിക്ക് പിന്നെ പ്രത്യേകിച്ച് കറിക്ക് വലിയ ചോയ്സൊന്നുമില്ല. കറി എപ്പോഴും ഇതാണ്. അപ്പോൾ ഇത് കഴിക്കാം. ഇതാകുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കും, അപ്പോൾ വിശക്കില്ല. അപ്പോൾ ഇതങ്ങ് ഫിനിഷ് ചെയ്യാം. പ്ലസ് കറി വളരെ ലളിതമാണ്. അന്നും ഇന്നും എന്നും എന്താ ഇവിടെ കണ്ടോ, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ചടപടേ കാര്യം നടക്കും. ഉള്ളി അരിഞ്ഞു വെക്കണമെന്ന് വിചാരിച്ച് ഇന്നലെ മറന്നു പോയി. മുട്ടയാണ് എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചായ തിളയ്ക്കുന്നു. ഓരോരോ കാര്യങ്ങളായിട്ട് തീർക്കട്ടെ.
സ്വന്തമായിട്ട് പുകഴ്ത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ചായ ലോകത്തിലെ ഏറ്റവും കത്ര ചായയാണ്. ഇത് കുടിച്ച് തുടങ്ങുന്ന ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് വേറെ ഒന്നും ഒരു സെറ്റ് ബാക്ക് ആയിട്ട് തോന്നില്ല. കാരണം ഇതാണ് ഏറ്റവും വലിയ പരാജയം. ചായ റെഡി, കുറച്ച് കറിയെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രാവിലത്തേനും ഒന്ന് ഉച്ചക്കത്തേനും എടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ബേസിക്കലി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ മറ്റേ രാവിലെ നോക്കിയപ്പോൾ ഉള്ളി തീർന്നു പോയി. ഇതെങ്ങനെ തീർന്നു എന്നൊരു പിടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളി മേടിക്കണം. ഇനി കുറച്ച് ഉള്ളി കുറവാണ്. നിങ്ങൾക്ക് ഉള്ളി അരിയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ചൊരു വഴിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ചെത്തുന്നു നമ്മളിങ്ങനെ ആ പരിപാടിയൊക്കെ ഇല്ലേ, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളി അരിയാറുണ്ട്. നോക്കിക്കോളൂ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അരിയുമ്പോൾ ചിലപ്പം വിരൽ മുറിയുമെന്നുള്ള അറിയില്ല. ഇങ്ങനെ വയ്ക്കുന്നു, ഇങ്ങനെ വയ്ക്കുന്നു, ഈ ഉള്ളി കുറച്ച് വലുതാണ് ഗൈസ്. നമ്മൾ പ്രതീക്ഷ പോലെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഉള്ളിയുടെ ആവശ്യമില്ല. ഇത് ഭയങ്കര വലിയ ഉള്ളിയായിപ്പോയി. ഓക്കെ, ഇതിന് തന്നെ കൂടുതലാണ്. ഓക്കെ, ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ അവനൊന്ന് ചൂടാവട്ടെ. നമുക്ക് ഇതിനെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ കല്ല് ചൂടാവുമ്പോൾ നമുക്കിത് വെക്കാം. എന്നിട്ട് ഞാൻ ഈ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഞങ്ങളുടെ പ്ലേറ്റുകളുടെ വിപുലമായ കലവറ ഇവിടെയാണ് ഇരിക്കുന്നത്. പ്ലേറ്റ് അങ്ങനെ എടുക്കുന്നു. ഇതാ, ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ചൂടുണ്ട്. ഓക്കെ, ഈ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ പണി എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചക്കത്തേക്കുള്ള ബ്രെഡ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഒരു 4 ബ്രെഡ് അങ്ങോട്ട് എടുക്കാം. യെസ്, 1 2 പെർഫെക്റ്റ്. ഇതിനെ ഓരോന്നോരോന്നായിട്ട് തീർക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇനി ബ്രെഡ് ആകുമ്പോഴത്തേക്ക് ചടപടയുന്ന കാര്യം നടക്കുമല്ലോ. ഇതിന് നേരെ എടുക്കുന്നു. 1 2 3 4. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പരിപാടി കഴിഞ്ഞു. അവനത് റെഡിയാകുമ്പോൾ ഇവൻ ഇവിടെ റെഡിയാകും. ഇവനിവിടെ റെഡിയായി കേട്ടോ. അയ്യോ, കുറച്ച് കരിയും. ഇതാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇതോട്ടം കരിയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിപാടി. അടുത്ത റെഡി ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൊണ്ട് നമ്മുടെ വേസ്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് മുട്ടയും പൊരിച്ചിട്ട് നമുക്ക് കൊണ്ടുവയ്ക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തീർക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഒറ്റ പീസായിട്ടിരിക്കുന്നു. അവനങ്ങനെ വിഷമിപ്പിക്കുന്നു. അവനങ്ങനെ കൊണ്ടുപോകാം. മുട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി 2 റെഡിയാണ്. ഇത് ഇനിയിപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ പരിപാടി ശടപടയെന്ന് കഴിയും. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നത്. അടക്കി തുറക്കണം. രാവിലെ ഉണരാൻ താമസിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഓക്കെ, ബൈ. വൈകുന്നേരം കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ഇതൊരു ഗുഡ് മോർണിംഗ് അല്ലേ? ഇങ്ങനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാറുണ്ട് കേട്ടോ. നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ പരിപാടികൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിയാക്കി തരാം. ഇതാ, ഈ ഇരിക്കുന്ന സാധനത്തിനോട് എനിക്ക് നാട്ടിൽ വെച്ച് മുടിഞ്ഞ പുച്ഛമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹമായി. കാര്യം നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വായുവൊക്കെ കൊള്ളില്ലായിരിക്കുമല്ലോ. ഈ കെച്ചപ്പൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടും. നാട്ടിൽ വെച്ച് ഞാൻ ഈ സാധനം അടുപ്പിക്കില്ല. ഇതിൽ ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 6-10. അപ്പം എല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അടുക്കിപ്പറക്കി വെക്കാം. എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് എടുക്കുന്നു. ബ്രെഡ് എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നു. ഇങ്ങനെ വന്നിട്ടുള്ളൂ. ഓക്കെ,
എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സോസ്, ഒരു വികാരത്തിന് വേണ്ടി മാത്രം. ഓക്കെ, ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് കുറച്ച് ഇട്ടെടുക്കുന്നു. ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് മുട്ട ഇങ്ങനെ വയ്ക്കുന്നു. അതിൻ്റെ പുറത്ത് കുറച്ച് മുട്ട ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, റെഡി. എന്നിട്ട് അടുത്ത ബ്രെഡ് എടുക്കുന്നു, കുറച്ച് സോസ്, യെസ്, ഇതിനെ അടയ്ക്കുന്നു. ഓക്കെ, ഇത് മതി. ഇതാകുമ്പോൾ വിശപ്പം മാറും, പ്രോട്ടീനും പോകും. പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം ഇതിൽ കുറേ കാർബാണ്. ഈ ബ്രെഡ് ഫുൾ കാർബാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കാനഡയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും നോക്കി ജീവിക്കാൻ പറ്റില്ല ഗൈസ്. എന്തെങ്കിലും കിട്ടി പട്ടിണി കിടക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്കണം നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് വല്ല വർക്കൗട്ടും ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുറച്ച് മുട്ട. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് കുറച്ച് സോസ് ഒഴിച്ചാൽ പരാജയപ്പെടില്ലെന്നുള്ള ഉറപ്പാണ് കേട്ടോ. അത് പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെയാണ്. സോസ് ഉണ്ടെങ്കിൽ എങ്ങനെയായാലും കഴിക്കാൻ പറ്റും. നമ്മളിപ്പം മുട്ടയിൽ എന്തെങ്കിലും കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് ഇതൊക്കെ ചെങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് ഒരു ചെറിയ പീസ് കൂടെ ഉണ്ട്, അതിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ യെസ്. എന്നിട്ട് ഇതിനെ എടുക്കുന്നു, നേരെ ഇങ്ങനെ വയ്ക്കുന്നു, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാർ. ഇനി കുറച്ച് സാധനം എടുത്ത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൈഡിലും കൂടെ വച്ച് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ നമ്മുടെ അത്ര രുചികരമൊന്നും അല്ലാത്ത, അത്ര ഹെൽത്തി ഒന്നും അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് തയ്യാർ. പക്ഷേ ഇതിനൊക്കെ ഉള്ള സമയമേ കിട്ടുള്ളൂ ഗൈസ്. കാരണം 8:30 അവിടെ എത്തണം. ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് തന്നെ ടെസ്റ്റ് പേപ്പറിലാണ്. പിന്നെ ഞാൻ പൊതുവെ ഒരിടത്തും താമസിച്ച് പോകാറില്ല. അപ്പോൾ ഇന്ന് ഒട്ടും താമസിക്കാനുള്ളൊരു സ്കോപ്പും ഇല്ല. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നേരത്തെ പോയേ പറ്റൂ. അപ്പോൾ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നിന്നില്ലെങ്കിൽ നേരത്തെ പോക്കൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ലഞ്ച് ഇസ് റെഡി. ലഞ്ചിന് റെഡി. ഓക്കെ, ആൻഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. ഓക്കെ, ഇനി കഴിക്കാൻ എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് അടച്ചു വെച്ചേക്കാം. ഇവിടെ പൊതുവേ അങ്ങനെ ഈച്ചയും പ്രാണികളൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി അത് അടച്ചു. അതായി. ഇനിയാണ് മെയിൻ ടാസ്ക്. മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂട് മാറിയിട്ട് കഴുകി വെക്കാം. ബാക്കി ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. അത് ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഇങ്ങനെ പാത്രം കഴിഞ്ഞ് ഗൈസ് നല്ല നീറ്റായില്ലേ. എപ്പോഴും നമ്മുടെ സിങ്കൊക്കെ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാം ഒതുക്കി നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കഴിക്കാനുള്ള പരിപാടി നോക്കാം. അതിനുള്ളിൽ ബാത്റൂമിൽ പോകണം, കുറേ പരിപാടികളുണ്ടല്ലോ. ഞാൻ പോയി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അവിടെ ഒട്ട് ക്യാമറ കൊണ്ടുവന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് റെഡി ആയിട്ട് ബാക്കി ആഹാരം കഴിച്ചിട്ട് നമുക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. ഞാൻ ഇന്നലെ തന്നെ എൻ്റെ പരിപാടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, ഈ ഹെഡ്സെറ്റും കൂടെ എടുത്തേക്കാം. ഓക്കെ, ഹെഡ്സെറ്റും കൂടെ എടുത്ത് വെച്ചേക്കാം. ഇന്ന് എന്താണെങ്കിലും ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ലൈബ്രറി സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാണണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എല്ലാം ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ അതിന് ലാപ്ടോപ്പുണ്ട്, ബുക്കുണ്ട്. അപ്പോൾ എല്ലാം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. കണ്ടോ, ഇത്രയും വൃത്തിയൊക്കെ പോരെ. പിന്നെ കോളേജിൽ പോകാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. മുടി മാത്രം കുറച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം.
എന്നിട്ട് ഇപ്പോൾ 6:49, ഒരു 7:15 ഇറങ്ങണം. എന്നാലേ റിസ്ക് എടുക്കാതെ 2 ബസ് പിടിച്ചാൽ പോകേണ്ടത്. ഫസ്റ്റ് കാർഡ് അടക്കം ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ സ്വന്തമായി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് നോക്കാം ഗൈസ്. നോട്ട് ബാഡ്. പക്ഷേ സോസ് ഇല്ലെങ്കിൽ ചില ഭയങ്കര ദുരന്തമായിപ്പോനെ. ഞാൻ നല്ല ഉപദേശം തരാം. നിങ്ങൾക്ക് വീട്ടിൽ അമ്മയോ ഭാര്യയോ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ ചുമ്മാ പോയിട്ടൊരു താങ്ക്സ് പറഞ്ഞാൽ കിട്ടാം. ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഗൈസ്, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. നമുക്ക് വലിയ രുചികരമായ ഭക്ഷണം നമ്മുടെ വായിക്കാത്തോണ്ട് വരും, നമ്മൾ അറിയില്ല. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പം ഞാൻ കഴിച്ചു കഴിയട്ടെ. പാക്ഡ് ഫുഡും ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് പോവാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരു അന്തേവാസിയാണ്, എൻ്റെ സ്കൂൾ മേറ്റാണ്, എൻ്റെ ക്ലാസ്മേറ്റ് അല്ല, എൻ്റെ കോളേജ് മേറ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്താണ് കഴിച്ചത്? എന്തോ ഒരു സാധനം. ഇത് നമ്മുടെ ഹെൽത്തി ആണല്ലേ? ഹെൽത്തിയാണ് മാത്രം അറിയാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കൊണ്ടുപോകണം? ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ്. ഇതിന് മാത്രം ഒരു മാറ്റമില്ല. അപ്പം നമുക്ക് ഇറങ്ങാൻ സമയമായി. അപ്പോൾ അളിയൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. ഇത് സ്നേക്സ്. ഇവിടെ 6:30 വരെ ക്ലാസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു പെട്ടി മേടിച്ച് വെച്ചേക്കോ. ഈ ചോരയിൽ എനിക്ക് മാത്രം പങ്കില്ല. അപ്പോൾ ഗൈസ് ഇറങ്ങാൻ സമയമായി. എൻ്റെ രുചികരമായ സ്വാദിഷ്ടമായ ലഞ്ചും കൂടെ ഒന്ന് പാക്ക് ചെയ്തോട്ടെ. ഇതാകുമ്പോൾ വേറെ ഉപദ്രവമില്ല, മിണ്ടാതില്ലാതെ ഇങ്ങനെ നോക്കും. എന്താ പോവാം? ആർ യു റെഡി? കഴിച്ചു കഴിഞ്ഞില്ലേ? കുഴപ്പമില്ല, പതുക്കെ മതി. കഴിച്ചിട്ട് ഇറങ്ങാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനും നന്ദയും. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കാലാവസ്ഥ. ഇന്ന് കണ്ടോ 15 ഡിഗ്രിയാണ്. മഴയൊക്കെ കാണിക്കണ്ടല്ലോ. ഈശ്വരാ, മഴയുണ്ട് കേട്ടോ. ഇന്ന് ഞാനാണെങ്കിൽ ഇതേ കോട്ടും ജാക്കറ്റും ഒന്നുമില്ല. കോട്ട് എടുത്തില്ലല്ലോ. ഇന്ന് മിക്കവാറും തണുത്ത് പറയ്ക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഫുൾ സ്ലീവ് കിട്ടില്ല പണ്ടാരോ. ഞാൻ സാധാരണ ഫുൾ സ്ലീവ് ആണ്. അതായത് മഴയുടെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സെന്റിനിയൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. നന്ദയുടെ ഓടെ നടക്കുമ്പോഴത്തേക്ക് നന്ദ മറ്റേ +2 കഴിഞ്ഞിട്ട് വന്ന കുട്ടിയാണ്. നന്ദയുടെ ഓടെ നടക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രായം കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ ആരെങ്കിലും കാനഡയിലോട്ട് വരുന്നുണ്ടെങ്കിൽ സെന്റിനിയൽ കോളേജ് എന്ന് കേട്ടാൽ തന്നെ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇത് വളരെ സീരിയസ് കോളേജാണ്. ഇവിടെ അങ്ങനെ ഉഴപ്പും പരിപാടിയൊന്നുമില്ല. അളിയത് പഠിക്കാനൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അസൈൻമെന്റ് ഭയങ്കര അക്കാഡമിക്കലി ഇന്റൻസ് പ്രോഗ്രാമാണ്. ലാപ്ടോപ്പിന്റെ മുന്നിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പണിയുന്നോണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ചില കോളേജസ് ഉണ്ട്, അവിടെ അങ്ങനെ കാര്യമായിട്ട് പരിപാടി നടക്കില്ല. അപ്പോൾ സീരിയസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കോളേജിലോട്ട് വരാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. അപ്പോൾ ഒരു അസൈൻമെന്റ് കഴിയുമ്പോൾ ക്വിസ് ഇടും, ക്വിസ് കഴിയുമ്പോൾ ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ടെസ്റ്റ് പേപ്പർ, ഇത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ക്ലാസ്സിൽ വെച്ചൊരു ടെസ്റ്റ്, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ലോഡ് സാധനങ്ങളെല്ലാം പോർട്ടലിൽ അപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജാണ്. അപ്പോൾ നമുക്ക് 85C ഉണ്ടോ? ബസ് ഉണ്ടോ? 7:22. 7:23 അത് പോവും. അടുത്തത് പിടിക്കാൻ 902 വല്ലതും ഉണ്ടോ? 902 ഉണ്ടോ? അത് ഡയറക്റ്റ് അല്ലേ? 920 ആണല്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിത് നടന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നാണ് ഡീൻ പാർക്കിൽ പോകുന്നത്. ഡീൻ പാർക്കാണ് നമ്മുടെ സ്റ്റോപ്പ്. നേരെ സ്റ്റോപ്പിൽ പോയിട്ട് നോക്കാം. ഇതേ ഇരിക്കുന്ന ആ സംഭവം എന്താ അറിയോ, ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരുന്നത്. വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്ന വണ്ടിയാണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. ഇത് തന്നെ വന്ന് ഇതിൽ വെച്ച് കോരി എടുത്ത് കമഴ്ത്തിയിട്ട് നേരെ തിരിച്ചിടും. എന്താണ് എല്ലാവരും വേസ്റ്റ് എടുത്ത് വെടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒന്ന് ഫുഡ് വേസ്റ്റ്, ഒന്ന് ഗാർബേജ് ആയിട്ട് തിരിച്ച് ഇതിൻ്റെ അത് പുല്ല് ചെത്തി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ഇന്നലെ ഭയങ്കരമായ പുല്ല് ചെത്തലായിരുന്നു. കാരണം ഇവിടെ പുല്ല് ചെത്തിയില്ലെങ്കിൽ ഫൈൻ അടിക്കും, പിന്നെ വലിയ തലവേദനയൊക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുല്ലൊക്കെ ചെത്തി ഇങ്ങനെ വാക്ക് വേയിലൊന്നും ഇടാനൊന്നും പറ്റില്ല. പുല്ല് ചെത്തി നമ്മളതിനെ വാരി ക്ലീൻ ചെയ്ത് ഇതൊക്കെ ആക്കി വെക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. വലിയ ടാസ്ക്കാണ്, പക്ഷെ കൊള്ളാം. ഇതൊക്കെ ഒരു നാട്ടിൻ്റെ ഓരോ പരിപാടികളാണല്ലോ. ഇത് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും എല്ലായിടത്തും വൃത്തിയായിട്ട് കിടക്കും. എന്താ ആരെയും വിളിച്ച് ഇവിടെ വീഡിയോ എടുക്കുന്ന വിളിക്കുകയാണ്. വിളിച്ച് ജോയുടെ രാവിലത്തെ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അടുത്ത പരിപാടി നോക്കാം.
നമുക്ക് ഇങ്ങോട്ടാണ് റോഡ് ക്രോസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേ അവിടെ സിഗ്നൽ മാറുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ 85A വന്നിരിക്കുകയാണ്. ഷെപ്പേർഡ് ആൻഡ് ഈസ്റ്റ് ടു ഡോൺമിൽ സ്റ്റേഷൻ. അത് തന്നെ കയറിക്കോ. യെസ്, മാൽവൺ സ്ട്രീറ്റ് അല്ലേ. പ്രസ്റ്റോ കാർഡ് എടുത്ത് കഴിഞ്ഞു. നേരെ വരുന്നു. 7 രൂപ പൈസയുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഹലോ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി. സ്റ്റോപ്പിലിറങ്ങി മാർക്കം റോഡ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഏത്? അല്ലടാ, അവിടെ അങ്ങോട്ടാ പോകേണ്ടത് നമുക്ക്. ഓ, അതാണ് സ്റ്റോപ്പ് എന്നോ? വാ അപ്പുറത്തോട്ട് പോവാം. അത്രയല്ലേ ഉള്ളൂ. അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അവിടുത്തെ സ്റ്റോപ്പ് ഉണ്ടോ? സ്റ്റോപ്പ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി ഗൈസ്. അപ്പുറത്തെ സൈഡിലായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ സ്റ്റോപ്പ്. അപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവരിങ്ങനെ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും? അവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലേ നമുക്ക് മണ്ടത്തരം പറ്റിയതാണെന്ന്. ഇപ്പം നൈസായിട്ട് അങ്ങ് അപ്പുറത്ത് പോവാം. അങ്ങനെ 8 മണിയായതേ ഉള്ളൂ. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ക്യാമ്പസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ആരും വന്ന് കോളില്ല. അപ്പം ഇനിയിപ്പോൾ എനിക്ക് പോയിട്ട് ടെസ്റ്റ് പേപ്പറിന് കുറച്ച് നേരം പഠിക്കാനുണ്ട്. ഇന്ന് പറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് നടന്ന് ഈ ക്യാമ്പസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എത്ര ബ്ലോക്സ് ഉണ്ടെന്നും എല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഞാൻ നേരെ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് പഠിക്കട്ടെ. അങ്ങനെ A135 ആണ് എൻ്റെ ക്ലാസ്. ക്ലാസ്സിലോട്ട് പോവാം. ഇതിൻ്റെ അങ്ങറ്റാണ്. ഇതാണ് എൻ്റെ കോളേജിൻ്റെ കോറിഡോർ. Talha. Hello bro, how are you? What brings you so early today? You wanted to prepare for the test, right? Kind of. Yeah. Same to you. I did not want to take a chance at all because she said test will happen first, right? Yes, initially the test will happen. Okay. So I thought I'll take ChatGPT's help in studying for the test. Technology. Yeah. ഞങ്ങൾ ക്ലാസ് എത്തിയിട്ടുണ്ട്. വീട്ടിലൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് അടുത്ത പരിപാടികൾ നോക്കാം. കണ്ടോ ഗൈസ്, നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കുന്ന കുട്ടികളെ കണ്ടു. ജെറിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. ഇൻ്റലക്ച്വലായിരുന്നു പഠിക്കുന്നുണ്ട്. ഇവിടെ ഇതിനൊരു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്രേഡാണ് ഇതുണ്ടോ, 10ൽ 7, ഗ്രേഡ് B. ഇതെന്നെ വലിയ കാര്യമാണ്. എങ്ങനെ ഇന്ന് തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് രക്ഷപ്പെടട്ടെ ഗൈസ്. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇത് ഞാൻ പ്രോഗ്രാമിംഗ് പഠിക്കാനാണല്ലോ ബേസിക്കലി വന്നത്. ഞാൻ ഇങ്ങനെയുള്ള ഇത് കോർ പേപ്പേഴ്സ് അല്ല. ഞാൻ ഇതിലൊന്നും അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എഴുതി കൊടുത്തു. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. എന്തായാലും അറിയാവുന്ന സാധനം എഴുതി കൊടുത്തിട്ട് പെട്ടെന്ന് റെസ്റ്റ് റൂമിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 9:20 വരെ ടെസ്റ്റ് ഉണ്ട്. അതുവരെ വേറെ പരിപാടിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വരും. അപ്പോൾ ഞാൻ പറ്റിയാൽ 1-2 കൂട്ടുകാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. Have a test tomorrow. Yeah. It's confirmed, right? That we are having a test. Yeah, we have something for tomorrow. അങ്ങനെ കേസ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടില്ല, കണ്ണൊക്കെ അടഞ്ഞു പോകണം. ലൈബ്രറി പോയിട്ട് കുറച്ച് നേരം പഠിക്കാമെന്ന വ്യാജേന ലൈബ്രറി പോയിരിക്കാം. കുറച്ച് പഠിക്കണം. നാളെ ടെസ്റ്റ് ഉണ്ട്. അടുത്ത ആഴ്ച 2 ടെസ്റ്റ് ഉണ്ട്. ഒന്നും പറയണ്ട. അപ്പോൾ ഇപ്പോൾ ലൈബ്രറി പോയിട്ട് കുറച്ച് നേരം പഠിച്ചിട്ട് കുറച്ച് നേരം നൈസായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജിലെ സൈക്കിളുകൾ വയ്ക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെയും കുറേ എല്ലായിടത്തും സൈക്കിളിൻ്റെ ഇതുണ്ട്. ഇത് സൈക്കിളിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൂടാരം തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വിൻ്റർ സമയത്ത് ആരെങ്കിലും സൈക്കിൾ വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചാൽ മഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിൻ്റെ ഭാഗമാണ്. ഇത് ഒരു മെയിൻ ബിൽഡിംഗ് ആയിട്ട് വരും. ലൈബ്രറിയൊക്കെ എവിടെയാണ്. ഇതാണ് A ബ്ലോക്ക്, ഇത് B, ഇത് C. അങ്ങോട്ട് ഈ F ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അതാണ് ആ കാണുന്നതാണ് നമ്മുടെ റെസിഡൻസ്. ഇപ്പോൾ ഞങ്ങൾ ലൈബ്രറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോംപ്രേറ്റ് ഇതാണ് നമ്മുടെ സഖാവ് തൽഹ, തമിഴ്നാട്ടിൽ നിന്ന്. ഇത് ടെറീന, മലയാളിയാണ്. കേരളത്തിൽ നിന്ന് ഇത് ജെറിൻ, മറ്റൊരു മലയാളി. പക്ഷെ മലയാളം മാത്രമില്ലെന്നേ ഉള്ളൂ അല്ലേ, മലയാളം ഇല്ലാത്ത മലയാളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ലൈബ്രറിയിലോട്ട് പോകാം. ലൈബ്രറിയിൽ എത്തിയിരിക്കുകയാണ്. ലൈബ്രറിയിലിരുന്ന് ബഹളം വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ മാന്യമായി മിണ്ടാതിരിക്കുന്നു. ഇനി പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വിശന്നിട്ട് പാടില്ല. അപ്പോൾ എന്തായാലും കഴിക്കണ്ട. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. അതുകൊണ്ട് വിശപ്പുണ്ടാവും.
അപ്പോൾ എന്താണെങ്കിലും കുറച്ച് വിശന്നിരുന്ന് പഠിച്ചിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം. So our professor is teaching us right now. Vishnu acts as a professor for us. ഗൈസ്, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പോവാണ്. വിശന്ന് പണ്ടാറോടാണ്. 1:20 ഇതുവരെ മുടിഞ്ഞ് പഠിത്തമായിരുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നേരെ ഭക്ഷണം കഴിക്കാനുള്ള പോക്കാണ്. ഞങ്ങളുടെ ഒരു കോറിഡോർ പോലൊരു സ്ഥലത്തൂടെ കയറി അപ്പുറത്ത് C ബ്ലോക്കിലോട്ടാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവർ ഇങ്ങോട്ടേക്കോ കൊണ്ടുപോവാണ്. എനിക്ക് ഈ വഴി അറിയില്ല, പുറത്തൂടെയാണ് പോകാനുള്ള വഴി മാത്രമേ എനിക്കറിയാവൂ. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ മഴ പെയ്യുകയാണ്. മഴ നനയാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്തോടുള്ള ഇങ്ങനെയുള്ള അധിക പരിചയമില്ലാത്ത വഴികളിലൂടെ ഇതെത്തുമെന്നാണ് തോന്നുന്നത്. എൻ്റെ എത്തി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രെഡ് പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് ആപ്പിളും ഗുഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന, ഒരേ കോഴ്സ് ചെയ്യുന്ന, ഒരേപോലുള്ള കൂട്ടുകാർ. നമുക്കിവിടെ ടിം ഹോട്ടൻസിൻ്റെ കൗണ്ടറുണ്ട്. അപ്പോൾ ഇവരോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടിം ഹോട്ടൻസിൻ്റെ ബില്ലിൽ ഒരു സർവേ കോഡ് കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ സർവേ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $1 $1 ഫ്രഞ്ച് വാനില ഹോട്ട് ചോക്ലേറ്റ് ഓർ ഐസ്ഡ് കോഫി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി അത് എക്സ്ട്രാ ലാർജ് കിട്ടും. നല്ലൊരു ഡീലാണ്. അപ്പോൾ ടെറീനെ എഴുതി ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ $1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് വാനില നമുക്ക് അടിക്കാം. ഇരിക്കണ്ടോ ഗൈസ്, ടിം ഹോട്ടൻസിൽ നിന്നും $1 കൊടുത്ത് മേടിച്ച ഫ്രഞ്ച് വാനില. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഏതാണ്? C. ഇത് C, അത് B, അതിൻ്റെ അപ്പുറത്ത് A. പിന്നെ നമുക്ക് പോകേണ്ടത് സെക്ഷൻ Dയിലോട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല രസകരമായ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ കണ്ടോ? ഒരു ചെറിയ ക്ലോക്ക് ടവർ ഉണ്ട്. ഇവിടെ ഒരു വെള്ള കുതിരയിപ്പുണ്ട്. ഇതാണ് നമ്മുടെ CCSAI എന്ന് പറയുന്ന സംഭവം. ഇതാണ് സെൻറ്റിനിയൽ കോളേജ് സ്റ്റുഡൻറ്റ് അസോസിയേഷൻ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ബിൽഡിംഗ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഗ്രൗണ്ട്, പരിപാടികൾ, വലിയ ക്യാമ്പസാണ്. കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്ത്, അടിപൊളി സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് D, ഇത് E. F ഉണ്ടോ എന്നുള്ളതാണ്. F ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? 5 ബ്ലോക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കയറുന്നില്ല. ക്ലാസ്സിൻ്റെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. അവിടെ പോയിരിക്കാം. ഇവിടെ ഞങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു ഏരിയയാണത്. ഇവിടെ ഞങ്ങൾ സമാധാനമായിട്ടിരിക്കാം. നമ്മുടെ ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരെ കുറിച്ച് റെസ്റ്റ് എടുക്കാം. ഇവിടെ പഠിക്കാനെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലാസ്സിൽ കയറാൻ സമയമായി. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഗൈസ്. പറഞ്ഞ് ഞാൻ എഴുതി പഠിച്ചിരിക്കുന്നതുണ്ടോ? എന്തൊക്കെ എഴുതി പഠിച്ചിരിക്കുകയാണ്. സെൻട്രൽ വ്യക്തികളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഗൈസ് 6:40 6:39 കണ്ടോ. ഇപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഇച്ചിരി കടുപ്പമുള്ള സംഭവമാണ്. അങ്ങനെ കഴിഞ്ഞത് ഇവിടെ ചിലർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. 6:40 നമ്മൾ രാവിലെ 7:30 ഇറങ്ങിയതാണ്. ക്ലോസ് ടു 11 മണിക്കൂർ പഠനം. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. 2 ബസ് കയറണം പോകാൻ. എന്തായാലും ഒരു 7 മണി 7:30 അടുപ്പിച്ചാവും. അപ്പോൾ എന്തായാലും ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം. പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ ക്ലാസ്സിലൊരു കൂട്ടുകാരിയുടെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമല്ലോ. പണ്ട് മുതലേ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചൂടെ തന്നിരുന്നെങ്കിൽ. താങ്ക് യു ഷക്കീല. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഭാരത് മാതാ കി ജയ്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. മണി 7 ആയി. പക്ഷേ സമയം കണ്ടാൽ അങ്ങനെ പറയില്ല. 7 മണി കഴിഞ്ഞു. അപ്പോൾ 12 മണിക്കൂർ പഠിച്ച വി സ്റ്റഡീഡ് ഫോർ 12 hours ബ്രോ. 7:30. ഇത് ഞങ്ങളുടെ ഒരു ലേണിംഗ് സെൻ്ററാണ്. ഇനി ഇവിടെ നിന്ന് അടുത്ത് 2 ബസ് കയറി വീടെത്തണം. എങ്ങനെ പോയാലും 7:30-8 മണിയെങ്കിലും ആവും വീടെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു ദിവസത്തെ കോളേജ് ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ. എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു, പഠിക്കാൻ വരുന്നുണ്ടോ ആരെങ്കിലും? അപ്പോൾ ഇത്രയും പറയാൻ വന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.